ഹായ്, ഞാൻ രേവതി. വെൽക്കം ടു ടേസ്റ്റ് വിത്ത് അസ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ചന മസാല റെസിപ്പി ആയിട്ടാണ്. അധികം ആരും ഉണ്ടാക്കാത്ത ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ചന മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് വെള്ളക്കടല ഞാനിവിടെ ഒരു 6 മണിക്കൂർ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 5-6 വിസിലിൽ നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ശരിക്കുള്ള ചന മസാല നമ്മൾ ഈ ഒരു രീതിയിലല്ല ഉണ്ടാക്കാം. അതുകൊണ്ടാണ് ഞാനൊരു വെറൈറ്റി ചന മസാലയാണെന്ന് പറയാൻ കാരണം. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കൂ, എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു 3-4 ഗ്രാമ്പൂ, 2 ഏലക്ക, കുറച്ച് കാഷ്യൂനട്ടാണ്, ഒരു 4-5 വെളുത്തുള്ളിയുടെ അല്ലി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 2 പച്ചമുളക്, പിന്നെ ഒരു 2 സവോള. അപ്പോൾ സവോള ഒന്നും ചെറുതായി അരിയണമെന്നില്ല, നമുക്കിതെല്ലാം ഒന്ന് അരച്ചെടുക്കാനുള്ളതാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി സവോള ഒന്ന് ചെറുതായിട്ട് വഴന്നതിന് ശേഷം ഇതിലേക്ക് 2 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് വെന്ത് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. ഒരു 5 മിനിറ്റ്സ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയും ഉള്ളിയും എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് തണുത്തതിന് ശേഷം നമുക്ക് നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഇത് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിതിവിടെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും നമ്മുടെ പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ബട്ടർ അല്ലെങ്കിൽ ഓയിലും ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വയ്ക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മുടെ പൊടി ഒന്ന് പെട്ടെന്ന് കരിഞ്ഞു പോവും. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. നമ്മുടെ ആ ജാറിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇതിലോട്ട് ചേർക്കാം. ഇനി നമ്മുടെ ഈ ഗ്രേവി ഒന്ന് നന്നായിട്ട് തിക്കാവുന്ന വരെ വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവി ഇവിടെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് ഒരു ടേസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടും ഒരു 1/4 കപ്പ് ക്രീം ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ചന മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിൾ മാത്രമല്ല, ഭയങ്കര ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനിയും നല്ല ക്വിക്ക് ആൻഡ് ഈസി റെസിപ്പീസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.